നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരല്പം ഫിസിക്സും സ്വല്പം ഫിലോസഫിയും ചേർത്ത് നമുക്ക് ഇന്നത്തെ സെൻട്രൽ മാഗസിൻ തുടങ്ങാം. ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമപ്രകാരം ഏതൊരു പ്രവർത്തനത്തിനും തുല്യമോ വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകാറുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സമൂഹത്തിൽ നമ്മൾ നിരീക്ഷിച്ചാൽ നമ്മളുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും അനുരൂപമായ അല്ലെങ്കിൽ തുല്യമായ ഫലങ്ങളോ വിപരീതമായ മാലിന്യങ്ങളോ ഉണ്ടാകാറുണ്ട്. ഈ ചിന്തകളിലെ മാലിന്യങ്ങൾ യഥാസമയം സംസ്കരിച്ചില്ലെങ്കിൽ, പുനരുപയോഗിച്ചില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന വിഷാദം, ആത്മഹത്യ, പീഡനം, കൊലപാതകം, അങ്ങനെ നെഗറ്റീവായ നിരവധി കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനൊക്കെ എന്താണ് ഒരു ഒറ്റമൂലിയുള്ളത്? അങ്ങനെ ചില ജീവിത ശൈലികളുണ്ട്. അത്തരമൊരു ജീവിതശൈലി കാണാനാണ് നമ്മൾ ചിരിയങ്കണ്ടത്തെ വീട് വരെ പോകുന്നത്. ഇത് തൃശ്ശൂർ പറവട്ടാനി ചിരിയങ്കണ്ടത്ത് മാത്യുവിൻ്റെയും ജോസഫീനയുടെയും വീട്. ഇവിടെ 91 വയസ്സുള്ള മാത്യുവും 76 വയസ്സുള്ള ജോസഫീനയും ചില വിലപ്പെട്ട സന്ദേശങ്ങൾ പറയാതെ പറയുന്നു. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ. നമ്മുടെ വീടുകളിൽ അടുക്കളയുണ്ട്. ആ അടുക്കളയിൽ പാചകത്തിന് ഭാഗമായി ദിവസേന നിശ്ചിത ശതമാനം മാലിന്യം അഥവാ ഉപയോഗത്തിന് ശേഷം ബാക്കിയാവുന്ന വസ്തുക്കൾ ഉണ്ടാകാറുണ്ട്. സാധാരണ മാലിന്യങ്ങളിൽ നിന്ന് ദുർഗന്ധവും കൂട്ടിയിട്ട പാഴ്വസ്തുക്കളിൽ നിന്ന് പാറ്റകളുടെ കൂട്ടവുമാണ് പുറത്തു വരാറ്. എന്നാൽ ഇത്തരം ഉപയോഗശൂന്യമായ വേസ്റ്റുകൾ പുഷ്പങ്ങളായി വിരിയുകയാണ് തൃശ്ശൂരിലെ ചിരിയങ്കണ്ടത്ത് വീട്ടിൽ. പൂക്കളായിട്ട് പാള കൊണ്ടും അടയ്ക്കച്ചകിരി, പാള, പിന്നെ ചോളത്തിൻ്റെ പോള, വാഴപ്പോള, വാഴയില ഒക്കെ കൊണ്ടും ഞാൻ പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടിയതൊക്കെ മനോഹരമായ പുഷ്പാക്കും ഞാൻ. പിന്നെ കാരി ബാഗ് കൊണ്ട് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരി ബാഗ് നശിപ്പിച്ച് കളഞ്ഞാൽ പോവില്ലല്ലോ. ഇല്ലിമുളം കാടുകളിൽ എല്ലലം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർ കാവുകളിൽ വള്ളികളിലൂഞ്ഞാലാടിയും തെന്നലേ തെന്നലേ. ചോളത്തിൻ്റെ പോള, വെള്ളുള്ളിത്തോല്, സബോളത്തോല്, ഇങ്ങനെ എനിക്ക് ഉണങ്ങിയ വസ്തു, വാഴയുടെ ഇല, വാഴ പിണ്ടിയും എടുത്ത പോള ഉണക്കി ഇതുവരെ ഞാൻ പൂവാക്കി. പ്രായത്തെ മാറ്റി നിർത്തി കലയിലും കരവിരുതിലും കൗമാരത്തിൻ്റെ ഊർജം കാത്തുസൂക്ഷിക്കുന്ന ജോസഫീനയുടെ അടുക്കളയിൽ വേസ്റ്റ് എന്നൊരു സംഭവമേയില്ല. സാധാരണ വലിച്ചെറിയുന്ന ഉള്ളിത്തൊലിയും അടയ്ക്കാത്തോടും പാളയുമൊക്കെ ജോസഫീനയുടെ സ്വീകരണ മുറിയിൽ പുഷ്പങ്ങളായി മാറിയിരിക്കുകയാണ്. പിസ്തത്തോട് അതിപ്പോൾ എൻ്റെ പിള്ളേരും തിന്നാൽ അത് തോട് എനിക്ക് കൊണ്ടുവരും. ചില അയൽവാസികൾ ഇപ്പോൾ ഓരോ ആളെനിക്ക് അവരുടെ മക്കളൊക്കെ പുറത്താത്ര, അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് എനിക്കൊരു അയാൾക്ക് അങ്ങനെ ഒരു സ്നേഹം തോന്നിയതായിരിക്കാം ആൾ കൊടുത്തയച്ചേക്കണം. ഒരു 2 കിലോ തോടുണ്ട്. അതായത് ഈ കാണുന്ന ഒന്നും കടകളിൽ നിന്ന് ലഭിക്കുന്ന ഫാൻസി പൂക്കളല്ല. കടുകാണ് കുട്ടികളുടെ മുടി അലങ്കരിക്കുക. അതുമാതിരി കുരുമുളക് കൊണ്ട് ബനിയൻ. പറവട്ടാനിയിലെ ജോസഫീനയുടെ വീട്ടിൽ വസന്തം വിരുന്നു വരുന്നതിന് കാരണങ്ങളുണ്ട്. പറമ്പിൽ വാഴയുടെ പോളയോ കവുങ്ങിൻ്റെ പട്ടയോ കണ്ടാൽ ആദ്യം മനസ്സിൽ ഒരു പൂ വിരിയും, പിന്നെ ഒരു പാട്ട് മൂളും. അത് പിന്നീട് ഈ കാണുന്നത് പോലെ കൗതുക വസ്തുക്കളായി പരിണമിക്കും. മധുരയ്ക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ നിങ്ങളാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ എന്ന് പറഞ്ഞെന്നെ ഞാൻ ചെയ്തേ. ദിവസവും വാങ്ങുന്ന പാൽ കവർ മുതൽ ഉള്ളിത്തൊലി, കടുകും മഞ്ഞൾപ്പൊടിയും വരെ ജോസഫീനയുടെ കരവിരുതിൽ കലാലോകം തീർക്കുന്നു. ഇത് മഞ്ഞൾപ്പൊടിയും ചായപ്പൊടിയാണ്, ചായല, പാൻറ്റ് ചായലയാണ്. അതുമാതിരി ഇത് പരിപ്പാണ്, പരിപ്പ്. കടലാസുകൾ, അടയ്ക്കാത്തോട്, ഓല, പാള എന്നുവേണ്ട മുറ്റത്ത് വീണ് കിടക്കുന്നത് എന്തും പൂവാക്കി മാറ്റുകയാണ് ജോസഫീന. വ്യത്യസ്ത നിറത്തിലുള്ള വ്യത്യസ്ത രൂപത്തിലുള്ള നിരവധി പൂക്കൾ, പൂച്ചെണ്ടുകൾ, ഫ്ലവർ വേസുകൾ, അങ്ങനെ കരവിരുതുകളുടെ ഒരു പൂങ്കാവനം, ഒരു ശുഭമേളനം. മിന്നണതെന്താണീയ കുന്നിക്കുരുമണി പൊന്മാല. ഇത് പാളയാണ്. ഇതൊക്കെ
നമ്മളിപ്പോൾ ക്യാരി ബാഗ് കൊണ്ട് ഉണ്ടാക്കണ കൊച്ചു മാലാകളാണ് ഇത് ഒരു ബാഗൊക്കെ എടുത്താൽ ഞാൻ 2-4 മാലാക എനിക്ക് ഉണ്ടാക്കും. പൂക്കൾക്ക് പുറമെ നിരവധി ചിത്രങ്ങളും ഇവിടെ കാണാം. അതിലും വ്യത്യസ്തതയുണ്ട്. ബദാമിൻ്റെയും പിസ്തയുടെയും തോടുപയോഗിച്ച് നിർമ്മിച്ച നയനമനോഹരമായ ചിത്രങ്ങൾ. ചായത്തിന് പകരം ചായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒപ്പം കടുകും കുരുമുളകും. ഞാൻ പെയിൻറ്റ് മേടിച്ച് അതിൽ വരച്ചേക്കല്ല. എനിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നി. അന്ന് കിറ്റ് തന്നപ്പോൾ എനിക്ക് അതൊക്കെ അങ്ങനെ ഉപയോഗിക്കാനുള്ളൊരു അവസരം കിട്ടി. അപ്പം എൻ്റെ ഉഴുന്നൊക്കെയാണ് ക്രീം കളറിന് ഉഴുന്നാണ് ഉപയോഗിച്ചേക്കുന്നത്. പൂക്കൾക്കും ചിത്രങ്ങൾക്കും കൃത്രിമ നിറക്കൂട്ടിന് പകരം പ്രകൃതിദത്തമായ നിറങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാഴപ്പോള കൊണ്ടും അടയ്ക്കാത്തോടും കൊണ്ടുമൊക്കെ നിർമ്മിച്ച പൂക്കൾ നിറത്തിലും തനിമ നിലനിർത്തുന്നു. പിന്നെ ജാതിയുടെ ഇല വെട്ടിയൊട്ടിച്ചു. അതാണ് മരം. ആ മരം ഒരു കേടും വന്നിട്ടില്ല. ഇപ്പോഴും ആ നല്ല പച്ച പോയിന്ന് മാത്രമുള്ളൂ. അതുതന്നെ സൈക്കസിൻ്റെ ഇല ഞാൻ ഉണങ്ങിയപ്പോൾ അത് പെയിൻ്റ് അടിച്ചു, അത് കയറ്റി. ചോളത്തിൻ്റെ പോളകളാൽ നിർമ്മിച്ച ഗാന്ധിജിയും മാലാഖയും മറ്റ് ശില്പങ്ങളും അലമാരയ്ക്കുള്ളിലും നിരന്നിരിപ്പുണ്ട്. ഒന്നിലും കൃത്രിമ നിറക്കൂട്ടുകൾ ഉപയോഗിക്കാറില്ല. പച്ചക്കറിയും പലചരക്കും വസ്ത്രങ്ങളും വാങ്ങുമ്പോൾ ലഭിക്കുന്ന പ്ലാസ്റ്റിക്, കടലാസ്, തുണിക്കവർ, പഴയ ഇൻവിറ്റേഷൻ കാർഡ്, പിസ്ത തൊണ്ടുകൾ, മച്ചിങ്ങ എന്നിവയും അലങ്കാര വസ്തുക്കളായി മാറുന്നു. ആ കുഷിനടിച്ചേക്കണത് ഞാൻ മെഷീനടിക്കുന്ന വെട്ടു തുണിയാണ്. എന്തും കളയില്ലല്ലോ. ഈ കൗതുക വസ്തു നിർമ്മാണത്തിന് ഇടവേളകൾ ആനന്ദകരമാക്കാൻ കൂടെ സംഗീതം സദാ ചേരുന്നു. കതിരണി പാടത്ത് വെയിൽ മൂത്ത നേരത്ത് കുളിരും കൊണ്ടോടിവാ കാറ്റേവാ കാറ്റേവാ. ഒഴിവു സമയങ്ങളിൽ പാട്ടുവിട്ടൊരു കളിയുമില്ല ജോസഫീനയ്ക്ക്. നീളെ നീളെ പാടങ്ങളെല്ലാം കൊതി തുള്ളി നിൽക്കവേ കൊതി തുള്ളി നിൽക്കവേ. സ്വർണത്തിൽ കരവിരുത് തീർത്തിരുന്ന വേലൂർ അറക്കൽ വീട്ടിൽ ലോനപ്പൻ്റെ 10 മക്കളിൽ 5ാമതായാണ് ജോസഫീനയുടെ ജനനം. പൊന്നുകാരൻ ലോനപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. കാരണം അപ്പനൊരു കലാകാരൻ തന്നെയായിരുന്നു. അപ്പൻ പള്ളിയിലേക്ക് പള്ളി അലങ്കരിക്കാനൊക്കെ പൂക്കളുണ്ടാക്കി ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ വയസ്സിൽ 8 വയസ്സിലുള്ളപ്പോൾ തന്നെ ഞാൻ റോസാപ്പൂ ഉണ്ടാക്കി പഠിച്ചു. കടലാസിൽ റോസാപ്പൂ വെട്ടിയെടുത്ത് 8ാം വയസ്സിലാണ് ഈ രംഗത്തേക്ക് എത്തിയത്. ആ ഓർമ്മയിൽ 8 വയസ്സുകാരി കുട്ടി ഇന്നും തുള്ളിച്ചാടുന്നു. അപ്പനെ ഞാൻ ഓർക്കാറുണ്ട്. അപ്പൻ കുളിക്കാൻ പോകുമ്പോഴാണ് എനിക്ക് ഇത് എൻ്റെ ജിജ്ഞാസ കണ്ടിട്ട് റോസപ്പൂവിൻ്റെ പെറ്റൽസൊക്കെ വെട്ടിയിട്ട് തന്നു. ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും നീ ഞാൻ കെട്ടിയ പോലെ ഒരു പൂ കെട്ടുമെന്ന് പറഞ്ഞ് പോയി. എനിക്കത് സന്തോഷമായി. ഞാൻ വേഗം നൂലൊക്കെ വേഗം എടുത്ത് കെട്ടി. അങ്ങനെ കുളിമുറി അപ്പം വന്നിട്ടില്ല. കുളിമുറിയുടെ കട്ടിലയുടെ അവിടേക്ക് ഓടി ചെന്ന് അപ്പോൾ എൻ്റെ പൂവ് പണി കഴിഞ്ഞു എന്ന്. അപ്പോൾ വരട്ടടി, ഞാൻ കുളിച്ചിട്ട് അങ്ങോട്ട് വരട്ടേന്ന്. അപ്പം വന്നു എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ ഗുരുവോ കിട്ടോ എന്ന് പറഞ്ഞു. എനിക്കതിപ്പോൾ ഇന്നും ഞാൻ ഓർക്കാറുണ്ട്. വിവാഹശേഷം മലേഷ്യയിൽ ഭർത്താവിനൊപ്പം കഴിയവേ വിരസതയകറ്റാൻ തുടങ്ങിയ അലങ്കാര വസ്തു നിർമ്മാണം 50 വർഷങ്ങൾക്ക് ശേഷവും തുടരുന്നു. ഞാൻ 16 വയസ്സിൽ അമ്മയായി. പിന്നെ മലേഷ്യയിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെയും ഒരു അവസരം കിട്ടി. കാരണം അവിടുത്തെ ഫാക്ടറി തൊഴിലാളികൾക്കൊക്കെ ക്രിസ്ത്യൻസിനെയൊക്കെ പള്ളി കുർബാന ഞങ്ങളുടെ വീട്ടിലായിരുന്നു. അപ്പം വീട്ടിൽ ഞാൻ ഒരുക്കുമായിരുന്നു. ഇടതടവില്ലാത്ത ഈ ഉത്സാഹത്തിന് കൂട്ടായി ഭർത്താവ് മാത്യുവുമുണ്ട്. 91 വയസ്സായ മാത്യുവിൻ്റെ സ്നേഹവും പ്രോത്സാഹനവും ഈ കലാവസ്തുക്കളുടെ പിന്നിലെ മറ്റൊരു പ്രധാന ഊർജ്ജമാണ്. അയാളുടെ ഇൻട്രസ്റ്റിന് ഞാൻ മുടക്കാറില്ല. ഇപ്പോൾ ചിലരുണ്ട്, എൻ്റെ വീട്ടിൽ ഇത് ചെയ്യാൻ പാടില്ല, എൻ്റെ വീട്ടിൽ അത് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളിപ്പോഴും സന്തോഷമായി ജീവിച്ചു പോകുന്നു. അതാണ് എൻ്റെ പ്രധാനം. അപ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ ഭാര്യയോട് പറഞ്ഞാൽ മതി, അവരുണ്ടാക്കി തരും. പുറത്തൊന്നും ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര തുണ്ടാണ് കണ്ടതയ്യ. വാഴയുടെ പോള ഞാൻ കൊടുന്നോടത്താണ്, വാഴയുടെ ഇല ഞാൻ കൊടുന്നോടത്തതാണ്. ഈ അടയ്ക്ക ഞാനാണ് ഉണങ്ങിയത് കൊടുക്കുക, പൊളിച്ചിട്ട് കഴിഞ്ഞ് തൊണ്ട് കൊടുക്കും. അപ്പോൾ അയാളത് ശരിയാക്കി എടുക്കും. ചകിരി എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ചോളത്തിൻ്റെ പൂക്കൊക്കെ പിന്നെ അയാളുടെ പണിയാണ്, എൻ്റെ അല്ല. വർഷങ്ങളായി തൃശൂർ ഫ്ലവർ ഷോയിലെ നിറസാന്നിധ്യമായിരുന്നു ജോസഫീന. തൻ്റെ കലാവിരുതുകൾക്ക് നിരവധി പുരസ്കാരങ്ങളും ജോസഫീന ഏറ്റുവാങ്ങി. ഇതിനു പുറമെ ചെറുകഥ, കവിത, പാട്ട് എന്നിവയിലും ഒട്ടും ഇവർ പിന്നോട്ടല്ല. പഴയകാലത്തെ സിനിമാ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും അലങ്കാര വസ്തുക്കൾക്ക് ഇവിടെ മറ്റൊരു ആസ്വാദനതലം പകരുന്നു. കാണാ പൊന്നിന് പോണോരെ
പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈ നിറയെ. ആ പാട്ട് പാടിയിട്ട് ഇത് ചെയ്ത ഞാൻ. പിന്നെ ഇത് പുത്തമ്മാനെ പാടിയിട്ടിതാണ്. ഇത് പൊന്നാടണിക്ക് സുനിൽ മന്ത്രി. ഇതൊക്കെ ഓരോ ഫങ്ഷനുകളിൽ എന്നെ ആദരിച്ചതാണ് ഫോട്ടോകൾ. പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ട പാളകളും അടയ്ക്കാത്തോടുമൊക്കെ ജോസഫീനയ്ക്ക് എത്തിച്ചു നൽകുക എന്നതാണ് മാത്യു ചേട്ടൻ്റെ പ്രധാന ഹോബി. വർഷങ്ങളായി ഈയൊരു ഉദ്യമത്തിൽ നിന്ന് പ്രായം മാത്യു ചേട്ടനെ തളർത്തുന്നുമില്ല. ജോസഫീനയുടെ കരവിരുതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ മാത്യു ചേട്ടൻ്റെ ഉത്സാഹം 10 മടങ്ങാവും. എന്ത് വേണമെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുക്കുക, എന്നാൽ പറ്റുന്നതാണെങ്കിൽ കൊണ്ടു കൊടുക്കുക. അയാൾക്ക് ഇപ്പോൾ ഇവിടെ ചിലവുള്ളതാകെ പശയും നൂലും മാത്രമാണ്. ഓരോ പെറ്റൽ വയ്ക്കുമ്പോഴും പശ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് നൂലോട് ചുറ്റും. അങ്ങനെയാണ് ഒരു പൂ തീർക്കുന്നത്. പക്ഷെ അത് സ്പീഡിയാണ്. അയാൾക്ക് വേറെ 800 സാധനം വെച്ച് വെട്ടണ്ട. ഇങ്ങനെ നോക്കിയാൽ കാച്ചി പെറ്റലൊന്നും വീണു. അത്ര സ്പീഡിലുണ്ടാക്കുകയും ചെയ്യും. വേറെ ഞാൻ ആരും ഇത്ര സ്പീഡിൽ ചെയ്യുന്നു കണ്ടിട്ടില്ല. സ്കൂളിലും ശാരീരിക മാനസിക വിഷമതകൾ അനുഭവിക്കുന്നവർക്കും കാഴ്ച പരിമിതർക്കുമായി സൗജന്യ പരിശീലന ക്ലാസ് ജോസഫീന നൽകുന്നുണ്ട്. നിർധനരായ യുവതികൾക്ക് സൗജന്യമായി വിവാഹ ബൊക്കെയും നിർമ്മിച്ചു നൽകുന്നു. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിരുന്നു വിരുന്നു വിളിച്ചു വിരുന്നുകാര 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 വന്നാട്ടെ. താൽപ്പര്യത്തോടെ തൻ്റെ അടുത്തെത്തുന്ന കുട്ടികൾക്ക് പൂക്കൾ നിർമ്മിക്കാൻ പഠിപ്പിച്ചു കൊടുക്കാനും ജോസഫീനയ്ക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ വരുന്നവർ കുറവാണ്. ജോസഫീനയുടെയും മാത്യുവിൻ്റെയും 4 പെൺമക്കളും വിവാഹം കഴിച്ച് വിവിധ സ്ഥലങ്ങളിലാണ്. മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ഇപ്പോൾ അമ്മാമ്മയുടെ കരവിരുതിൻ്റെ ഫാൻസാണ്. 4 വയസ്സ് ആ കുട്ടിക്ക് പൂവുണ്ടാക്കണമെന്ന് ഖത്തറിലാണ് അവൾ ജനിച്ചേക്കണത്. അല്ല, ഇത് ജീവിക്കണത്. പേരക്കുട്ടിയുടെ കുട്ടി. ആ, ഞങ്ങളുടെ 3ാമത്തെ മകളുടെ ഒരു മകൾ ഖത്തറിലുണ്ട്. അവളുടെ കുട്ടികൾ 2 ഉണ്ട്. 2 പെൺകുട്ടികളാണ്. പിന്നെ ഈ 2 കുട്ടികളിൽ മൂത്ത കുട്ടി എനിക്കിപ്പോൾ പൂവുണ്ടാക്കണമെന്നാണ്. അത് അവിടുന്ന് വിളി തുടങ്ങി വരുമ്പോൾ അമ്മയ്ക്ക് പൂവുണ്ടാക്കണം, എനിക്ക് പൂവുണ്ടാക്കണം. അവളുണ്ടാക്കി കൊണ്ടുപോയി. കൃത്രിമ പൂക്കൾക്ക് പുറമെ യഥാർത്ഥ പൂക്കളും ചെടികളും നിരവധിയുണ്ട് ഈ വീട്ടിൽ. ചെടികളെ പരിചരിക്കലാണ് ഇവരുടെ മറ്റൊരു നേരമ്പോക്ക്. എന്തൊക്കെ പേരുകളാണ് പറയാമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ അവിടുന്ന് കൊണ്ടുവന്നുകൊണ്ട് കുറച്ചായി. ഇലച്ചെടികളും ഉണ്ട്. അതൊക്കെ അതിൻ്റെ തരം പോലെ എനിക്കിഷ്ടമുള്ള പോലെ വയ്ക്കും. അതിമൊക്കെ ചിലത് പൂവുണ്ടായിട്ടുണ്ട്, ചിലത് പൂവില്ല. അപ്പം ഒന്നും കൂടി അലങ്കരിക്കണമെന്ന് എനിക്കൊരു വിചാരമുണ്ട്. നമ്മളുടെ സമൂഹത്തിൽ വിഷാദം, ഉത്കണ്ഠ, പിരിമുറുക്കം ഇവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സങ്കീർണമായ കാലമാണ്. അവിടെ വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലുകളെ മറികടക്കാൻ സമൂഹത്തിന് ചില ഒറ്റമൂലികൾ സ്വന്തം ജീവിതം വഴി പരിചയപ്പെടുത്തുകയാണ് ഈ ദമ്പതികൾ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും, കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ,